മദ്യലഹരിയിൽ സീരിയൽ താരം സിദ്ധാർത്ഥ പ്രഭു ഓടിച്ച വാഹനമിടിച്ച വയോധികൻ മരിച്ച കേസിൽ സിദ്ധാർത്ഥിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ചിങ്ങവനം പോലീസാണ് കേസെടുത്തത്. തമിഴ്നാട് സ്വദേശി തങ്കരാജിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ജോസി ബാബുശേഖരന്റെ വിശദാംശങ്ങൾ നൽകാനായി. ജോസി, ഏതൊക്കെ വകുപ്പുകളാണ് പുതുതായി ചുമത്തിയിട്ടുള്ളത്? ഇനി പോലീസിന്റെ അടുത്ത നീക്കം എന്താണ്? ജീന ക്ഷമിക്കണം, സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ചിരുന്ന വാഹനമിടിച്ച് ലോട്ടറി തൊഴിലാളി മരിച്ച സംഭവത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി ചിങ്ങവനം പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതിന് മാത്രമായിരുന്നു കേസ്. ഇന്നലെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ലോട്ടറി തൊഴിലാളി തങ്കരാജ് മരിച്ച സാഹചര്യത്തിൽ BNS-ലെ നരഹത്യാ കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം അടക്കമുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് ഇനി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് അറിയുന്നത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കുമെങ്കിലും കോടതിയിൽ ഈ കേസ് തെളിഞ്ഞാൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ക്രിസ്മസ് തലേന്ന് വൈകിട്ടായിരുന്നു ഈ അപകടമുണ്ടായത്. നാട്ടകം ഗവൺമെന്റ് കോളേജ് ജംഗ്ഷനിൽ മദ്യപിച്ച് വാഹനമോടിച്ച സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച വാഹനം വിവിധ കാറുകളിൽ ഇടിക്കുകയും ഒടുവിൽ ലോട്ടറി തൊഴിലാളിയായ 60 വയസ്സുകാരൻ തങ്കരാജിനെ ഇടിച്ചു വീഴ്ത്തുകയുമായിരുന്നു. തങ്കരാജ് അന്നു മുതൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്ന തങ്കരാജിന്റെ അവസ്ഥ ഇന്നലെ വൈകിട്ടോടുകൂടി മൂർച്ഛിക്കുകയും വൈകിട്ട് മരണം സംഭവിക്കുകയുമായിരുന്നു. അല്പസമയം മുമ്പ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സിദ്ധാർത്ഥ് അന്ന് കാണിച്ച പ്രകടനങ്ങൾ, ഈ അപകടമുണ്ടാക്കിയതിനു ശേഷം അവിടെ പോലീസിനും നാട്ടുകാർക്കും എതിരെ നടത്തിയ പ്രകടനവും അതോടൊപ്പം തന്നെ റോഡിൽ കിടന്നുകൊണ്ട് നടത്തിയ ആക്രോശങ്ങളുമൊക്കെയും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ചർച്ചയായിരുന്നു. അതിന് പിന്നാലെ അന്ന് തന്നെ ചിങ്ങവനം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതിന് കേസെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പ്രതിഷേധങ്ങളും ഉയർന്നു വന്നു. ഇയാൾ സജീവമായി ചില സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്, അതോടൊപ്പം ചില സീരിയലുകളിൽ അഭിനയിക്കുന്ന ആളാണ്. ആ സീരിയലിൽ നിന്നുമൊക്കെ ഇയാളെ മാറ്റി നിർത്തുകയും സീരിയൽ നടീനടന്മാരുടെ സംഘടന ഇയാൾക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത്തരം നടപടികളിലേക്ക് കടക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട തങ്കരാജ് മരിച്ചത്. തങ്കരാജ് തമിഴ്നാട് സ്വദേശിയാണ്. എന്തായാലും ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം അടക്കമുള്ള വകുപ്പുകൾ കൂടിയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പഴയ FIR-ൽ ഈ വകുപ്പുകൾ കൂടി ചുമത്തി FIR പുതുക്കുകയാണ് ചിങ്ങവനം പോലീസ് ചെയ്തത്. ശരി, വാഹനം ഓടിക്കുന്നതിനിടെ വയോധികനും മരിച്ച സംഭവത്തിലാണ് നടൻ സീരിയൽ താരം സിദ്ധാർത്ഥിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം അടക്കമാണ് ചുമത്തിയത്. വിശദാംശങ്ങളാണ് ജോസി ബാബു നൽകിയത്.